ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ടു അലമാര. ഇഗ്നോയുടെ മെയിൻ വെബ്സൈറ്റ് അടിച്ചു പോയിരിക്കുകയാണ്. മെയിൻ വെബ്സൈറ്റിൽ കുറേയധികം പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിലവിൽ റിസൾട്ട് ചെക്ക് ചെയ്യാനും നിങ്ങളുടെ റീവാലുവേഷൻ റിസൾട്ട് ചെക്ക് ചെയ്യാനും അതുപോലെ റീവാലുവേഷൻ ആപ്ലിക്കേഷൻ വെക്കാൻ ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. സൈറ്റിൽ വളരെ റീസെൻ്റ് ആയിട്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഇന്നത്തെ ദിവസം മാത്രമാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇഷ്യൂ, എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നതൊക്കെ വളരെ വിശദമായിട്ട് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. ഇന്നലെ നമ്മൾ വളരെ വിശദമായിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. നമുക്ക് ഡിസംബർ 2022 എക്സാം റിസൾട്ടുകൾ പബ്ലിഷ് ആകാത്തതിൻ്റെ വ്യക്തമായ കാരണം പറഞ്ഞുകൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആ വീഡിയോ വ്യക്തമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറേയധികം കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. വ്യക്തമായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ സ്റ്റുഡൻസിന് കിട്ടി, ഏകദേശം ഐഡിയയും കിട്ടി. അത് ചെക്ക് ചെയ്തതിന് ശേഷം ഒത്തിരിയധികം കമൻറ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പ്രധാന പ്രശ്നം ഇഗ്നോയുടെ മെയിൻ വെബ്സൈറ്റിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന പഴയ ഒരു വെബ്സൈറ്റിൽ ചെന്ന അവസ്ഥയാണ്. അതായത് ജൂലൈ 2022 അഡ്മിഷനും ജൂലൈ 2022 റീ രജിസ്ട്രേഷനും ഒക്കെയാണ് വെബ്സൈറ്റിൽ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും നമ്മൾ ഒരു തെറ്റായ വെബ്സൈറ്റിലാണോ വന്നതെന്ന്. വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ സെയിം ഇഷ്യൂ ആണ് വരുന്നത്. നിങ്ങളും ലോഗിൻ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഇഷ്യൂ വരുന്നുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ താഴേക്ക് വരുമ്പോൾ അലേർട്ട് സെക്ഷൻ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഇഗ്നോയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുറേ അധികം കംപ്ലൈൻറ്റുകൾ പോകുന്നുണ്ടായിരുന്നു. നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ഒത്തിരിയധികം കംപ്ലൈൻറ്റുകൾ പല റീജിയണൽ സെൻറ്ററും കോൺടാക്ട് ചെയ്ത് ഈ കാര്യങ്ങൾ പറഞ്ഞു. കമ്പ്യൂട്ടർ ഡിവിഷനുമായിട്ട് നേരിട്ട് സംസാരിച്ചപ്പോൾ ഈ ഇഷ്യൂ പറഞ്ഞിരുന്നു. അവർ പറഞ്ഞു അപ്ഡേഷൻ റിസൾട്ടിനെ സംബന്ധിച്ച് നടക്കുകയാണ്. നമ്മൾ റിസൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി റിസൾട്ട് സെക്ഷനിൽ പോകുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഡിസംബർ 2022 എക്സാം റിസൾട്ട് എടുത്തു മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ലിങ്ക് പോലും അവൈലബിൾ അല്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നിങ്ങളോട് വ്യക്തമായിട്ട് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു റിസൾട്ട് അപ്ഡേഷൻസ് നടക്കുന്നുണ്ട്, പക്ഷേ അത് സൈറ്റിൽ അപ്ഡേറ്റ് ആകുന്നില്ല. അതൊരു ടെക്നിക്കൽ എറർ ആയിരുന്നു. ആ എററിന് മേൽ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്നിട്ടും സാധിക്കാത്തതുകൊണ്ട് ലിങ്ക് തന്നെ എടുത്ത് മാറ്റിയിരിക്കുകയാണ്. ഡിസംബർ 2022 എക്സാം റിസൾട്ട് എഴുതിയ സ്റ്റുഡൻസിന് റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അതിന് താഴെ ജൂൺ 2022 എക്സാം റിസൾട്ട് ന്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിനർത്ഥം ഡിസംബർ ഭാഗത്തേക്ക്, അതായത് ജനുവരി 2023 അഡ്മിഷൻ റീ രജിസ്ട്രേഷൻ, ഡിസംബർ 2022 റിസൾട്ട് തുടങ്ങിയൊക്കെ കാര്യങ്ങൾ ഇഗ്നോയുടെ മെയിൻ വെബ്സൈറ്റിൽ നിന്ന് മാറ്റി ആണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ന്യൂസ് അനൗൺസ്മെൻറ്റ് സെക്ഷൻസ്, അലേർട്ട് ഇതൊക്കെ തന്നെ മാറ്റിയിരിക്കുകയാണ്. ഇതൊരു പെർമനൻറ്റ് ഇഷ്യൂ അല്ല, ഒരിക്കലും ഇതൊരു പെർമനൻറ്റ് ഇഷ്യൂ അല്ല. ഇതൊരു ടെമ്പററി ഇഷ്യൂ മാത്രമാണ്. ഡയറക്റ്റ്ലി കമ്പ്യൂട്ടർ ഡിവിഷനുമായിട്ട് സംസാരിച്ചിരുന്നു. അവർ വ്യക്തമായ ഇൻഫർമേഷൻ പറഞ്ഞ അപ്ഡേഷൻസ് നടക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഈ കാര്യം പറയാൻ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പെട്ടെന്ന് സ്റ്റുഡൻസ് ഈ കാര്യങ്ങൾ കണ്ടെത്തുകയും പെട്ടെന്ന് കംപ്ലൈൻറ്റുകൾ പറയുകയും ചെയ്തു. വാട്സാപ്പ് ഗ്രൂപ്പിൽ ആക്ച്വലി സ്റ്റുഡൻസ് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. അതനുസരിച്ച് യൂണിവേഴ്സിറ്റിയായിട്ട് സംസാരിച്ചപ്പോഴാണ് ഈ ഒരു വ്യക്തമായ കാര്യം അറിയാൻ സാധിച്ചത്. അപ്ഡേഷൻസ് ഉടൻ തന്നെ നടക്കുകയാണ്. പക്ഷേ നമുക്ക് ഈ റിസൾട്ട് ചെക്ക് ചെയ്യുന്നത് ഇപ്പം നിലവിൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതിൻ്റെ ലിങ്ക് കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട്. പക്ഷേ അഡ്മിഷൻ എടുക്കാൻ നിലവിൽ സാധ്യമാണ്. അഡ്മിഷൻ്റെ പോർട്ടൽ ഓപ്പൺ ആണ്. പക്ഷേ മെയിൻ വെബ്സൈറ്റിലൂടെ പോയതിന് ശേഷം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കില്ല. ഈ പറയുന്ന ലിങ്കിൽ കൂടെ നിങ്ങൾക്ക് എടുക്കാം. ഇല്ല നമ്മുടെ അഡ്മിഷൻ ടീമിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് കംപ്ലീറ്റ് അഡ്മിഷൻ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു തരുന്നുണ്ട്. നമ്മൾ അഡ്മിഷൻ പ്രോസസ്സും ചെയ്യുന്നുണ്ട്. ഇന്ന് ഏകദേശം 3-4 അഡ്മിഷൻസ് രാവിലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കണക്ട് ചെയ്യുക. 28-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. റീ രജിസ്ട്രേഷൻ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റും 28-ാം തീയതി. അതിനും നിലവിൽ സൈറ്റിൽ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ പോർട്ടലും വർക്കിംഗ് ആണ്. മെയിൻ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് വരാൻ സാധിക്കത്തില്ല. അത് ക്ലോസ്ഡ് ആയി കിടക്കുകയാണ്. ആ ഒരു ലിങ്കിലൂടെ വരുമ്പോൾ നിങ്ങൾ ജൂലൈ 2022 സെഷനിലേക്കാണ് റീഡയറക്റ്റ് ആയി പോകുന്നത്. അത് നിങ്ങൾക്ക് സാധ്യമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ലേറ്റ് ഫീയോട് കൂടി 28-ാം തീയതി വരെ അടയ്ക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ മെയിനായിട്ട് പറയേണ്ട കാര്യം, ഈ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യുന്ന നിങ്ങൾ റിസൾട്ട് കണ്ടില്ല എന്ന് പറഞ്ഞ് പല ആളുകളും ഈ വീഡിയോ മുഴുവൻ കാണാതെ വരും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ആളുകളും വീഡിയോ മൊത്തം കാണുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ റിസൾട്ട് അപ്ഡേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ റിസൾട്ട് നിങ്ങൾ ഉടൻ തന്നെ ഇതിനകത്ത് കാണാൻ സാധിക്കും. റിസൾട്ട് അറിഞ്ഞതിന് ശേഷമാണ് നമുക്ക് റീവാലുവേഷൻ ആപ്ലിക്കേഷൻ വെക്കാൻ സാധിക്കുന്നത്. കാരണം റീവാലുവേഷൻ്റെയും ഇപ്പോൾ ജൂൺ 2022 റിസൾട്ടിൻ്റെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം റീവാലുവേഷൻ ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റീവാലുവേഷൻ്റെ റിസൾട്ട് വന്ന് 30 ദിവസത്തിനകമാണ് നമുക്ക് റീവാലുവേഷൻ ആപ്ലിക്കേഷൻ വെക്കാൻ സാധിക്കുന്നത്. സോ ബേസിക്കലി ഡിസംബർ എക്സാമിൻ്റെ റിസൾട്ട് വന്ന് 30 ഡേയ്സിനുള്ളിലായിട്ട് നമുക്ക് റീവാലുവേഷൻ അപ്ലൈ ചെയ്യണം. പക്ഷേ ഇപ്പോൾ സൈറ്റിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു. അങ്ങനെ പല ഇഷ്യൂ മാത്രമല്ല, റീവാലുവേഷൻ്റെ പോർട്ടൽ ഓപ്പൺ ആയത് വളരെ ഡിലേ ആയിട്ടായിരുന്നു. അപ്പം റീവാലുവേഷൻ പോർട്ടൽ ഓപ്പൺ ആയതിലും ഡിലേ ആയതിലും പ്രശ്നമുണ്ട്. പക്ഷേ യൂണിവേഴ്സിറ്റി ചെയ്തിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ റീവാലുവേഷൻ്റെ ഡേറ്റ് സ്റ്റുഡൻസിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി. അതായത് ഡിസംബർ 2022 സ്റ്റുഡൻസിൻ്റെ റീവാലുവേഷൻ ചെയ്യേണ്ട ആളുകൾക്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ഇഫ് യുവർ റിസൾട്ട് ഡിക്ലെയർഡ് ബിഫോർ 6/02 ഈ മാസം 6-ാം തീയതിക്ക് മുമ്പായിട്ട് റിസൾട്ട് വന്ന എല്ലാ സ്റ്റുഡൻസിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് കോപ്പി ഓഫ് ആൻസർ സ്ക്രിപ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് 3/2023 വരെ അവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 30 ദിവസത്തിനുള്ളിൽ ആപ്ലിക്കേഷൻ വെക്കണം. അപ്പോൾ പല ആളുകൾക്കും ആപ്ലിക്കേഷൻ വെക്കാൻ സാധിക്കാത്തവർ, കാരണം റിസൾട്ട് വന്ന് ഏകദേശം 1.5-2 മാസത്തിന് അടുത്ത് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു പോർട്ടൽ ആപ്ലിക്കേഷൻ സ്വീകരിക്കാൻ തുടങ്ങിയത്. സോ അങ്ങനെ വരുന്ന ആളുകൾക്ക് റീവാലുവേഷൻ മിസ്സാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി എന്തായാലും അങ്ങനെയുള്ളവർക്ക് കൂടെ റീവാലുവേഷൻ ആപ്ലിക്കേഷൻ വെക്കാനായിട്ടുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്.
സോ ബേസിക്കലി റീവാലുവേഷൻ കൊടുക്കുന്നതിന് നിങ്ങൾക്ക് ഇപ്പം നിലവിൽ പറ്റും, പക്ഷേ റിസൾട്ട് വന്നോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. എന്തായാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള അപ്ഡേറ്റ് ആണ്, വളരെ രസകരമായ ഒരു അപ്ഡേറ്റ് ആണ്. അപ്പം എന്തായാലും നിങ്ങളും നിങ്ങളുടെ ചെക്ക് ചെയ്തോ, നിങ്ങൾക്കും ഇതുപോലെയാണോ കാണാൻ സാധിക്കുന്നതെന്ന് നിങ്ങൾ നോക്കുക. അതോടൊപ്പം തന്നെ റിസൾട്ട് ചെക്ക് ചെയ്ത ആളുകൾ, ഇന്നലെ കുറേയധികം ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറഞ്ഞിരുന്നു അവർക്ക് ഡിസംബർ എക്സാമിൻ്റെ ടേം ആൻഡ് എക്സാമിനേഷൻ സൈറ്റിൽ കാണുന്നില്ല ആ റിസൾട്ട്, പക്ഷേ ഗ്രേഡ് കാർഡിൽ കാണുന്നുണ്ട്. ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടോ, അത് നിങ്ങൾക്ക് അതുപോലെ വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. മെയിൻ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഗ്രേഡ് കാർഡിൻ്റെ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് പോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ചെക്ക് ചെയ്യുക, എന്നിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് കീപ് പ്രിപ്പയറിംഗ്. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഡിസ്ക്രിപ്ഷനിൽ എല്ലാത്തിനെയും ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.